എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോന്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിജയലക്ഷ്മി സത്യദാസിനെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സത്യദാസ് വിജയലക്ഷ്മിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഇവിടെ വന്ന് രഞ്ജുനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി നൈസായിട്ട് എനിക്കിട്ടുള്ള പണി തരാന്നാ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വിജയലക്ഷ്മി പറഞ്ഞു, ദേ ഒരു കാര്യം പറയാം ഭാസ്കര, നീ എന്റെ മക്കളെ വെറുതെ വരണമെന്ന് പറയണം. ദേ ഞാൻ രഞ്ജുനെ കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോളാന്ന് പറയാം. രഞ്ജുനെ കൊണ്ട് നീ വേറെ എവിടെയും പോയി താമസിക്കാനായിട്ട്, അതിന് അവള് നിന്റെ മോളല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഒരു കാരണവശാലും നിനക്കൊരു ഉപദ്രവമായിട്ട് അവര് വരാനായിട്ട് പോകുന്നില്ല. പിന്നെ എന്റെ മക്കളെ ദ്രോഹിക്കാണ്ട് നീ എന്തിനാ അവിടെ കയറിയിരിക്കണേ? ഗോവിന്ദാണെങ്കിലും നിന്നോടൊരു ഉപദ്രവത്തിനും വരുന്നില്ലോ എന്ന് പറയാം. അതെ വിജയലക്ഷ്മി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്റെ ലക്ഷ്യത്തിന് തടയിടാനായിട്ട് അങ്ങനെ നീ ഇടയ്ക്കേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടാൻ വിജയലക്ഷ്മി പറഞ്ഞു, എനിക്കറിയാടാ നീ അത്രയ്ക്കൊരു ദുഷ്ടനാന്നുള്ള കാര്യം. അതുകൊണ്ടാണല്ലോ നീ അവിടെ കയറി പറ്റിയത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ പണ്ട് ഉണ്ടാക്കിയ രക്തക്കറകളുടെ പാപമൊക്കെ നിനക്ക് ഇനി കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. അധികം വൈകാതെ നിനക്ക് അതിന്റെ ശിക്ഷ കിട്ടുമെന്ന് പറയാം. ഇത് കേട്ടതും സത്യദാസ് പറഞ്ഞു, അത് ഞാൻ അങ്ങോട്ട് അനുഭവിച്ചോളാമെന്ന് പറയണം. നീ കൂടുതൽ അനുഭവിക്കാനായിട്ട് വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ ആരാ എന്നെ ഉപദേശിക്കാൻ എന്നൊക്കെ വിജയലക്ഷ്മിയോട് ചോദിക്കാം. വിജയലക്ഷ്മി പറഞ്ഞു, നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. പക്ഷേങ്കില് എന്റെ മക്കളുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വാരിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയണം. നീയും ജന്മം കൊടുത്ത് ഒരുത്തണ്ടല്ലോ അവിടെ എന്ന് പറയാ. ഇത് കേട്ട സത്യദാസ് പറഞ്ഞു, ഉണ്ടോന്നോ? അവൻ ഇപ്പൊ ഉണ്ട് ഇവിടെ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്റെ മുന്നില് അടിച്ച് നല്ല ഫിറ്റായിട്ട്. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം സത്യദാസേ, അവന് വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ കൊടുക്കാം. ഞാൻ വേണമെങ്കിൽ ഗോവിന്ദനോട് പറഞ്ഞ് അവന്റെ പേരിലേക്ക് കുറച്ച് സ്വത്തൊക്കെ എഴുതി വെപ്പിക്കാം. അത് മതിയോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം സത്യദാസ് പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ എന്റെ മകനാ, എന്നെ പോലെ ഒരു തരികിടയാ. അതുകൊണ്ട് എനിക്ക് അവനിൽ വിശ്വാസമില്ല. അവൻ നാളെ എന്തായി തീരുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. ഇപ്പൊ തന്നെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വേറൊരുത്തിനെ വെച്ചുകൊണ്ടിരിക്കുന്നവൻ അവന്. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, കൊള്ളാം, അവൻ അങ്ങനത്തെയുള്ള കഥകളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാസ്കര നീ ചെവിയെ നുള്ളിക്കോ. നിനക്കിട്ടുള്ള പണിയായിട്ടായിരിക്കും അവനിനി വരാനായിട്ട് പോകുന്നത്. നിന്റെ അന്ത്യം കുറിക്കുന്ന അവനായിരിക്കും എന്ന് പറയണം. നീ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ നിന്റെ മകനിലൂടെ ആയിരിക്കും നിനക്ക് ശിക്ഷ കിട്ടാൻ പോണേന്ന് പറയാം. ഈ പറയുന്ന വിജയലക്ഷ്മിയാ. അന്ന് നീ കരയും കടന്ന് അന്നാ നിലവിളി ശബ്ദം കേൾക്കാണ്ട് ഞാൻ വരും എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി കോളം അങ്ങോട്ട് കട്ട് ചെയ്യുവാണ്. ആ സമയം സത്യദാസ് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ശരിയാണോ ഇവന്? ആ സമയം വരുൺ അവിടെ കിടന്ന് പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നന്നായിട്ട് മദ്യപിച്ചിട്ട് ബോധമില്ലാതെയാണ് വരുൺ അവിടെ കിടന്നുറങ്ങണേ. പിന്നീട് വിജയലക്ഷ്മി നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ്. എന്റെ ദേവി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിനക്കറിയാലോ, തീരെ കുഞ്ഞാട് സമയത്ത് എനിക്ക് കിട്ടിയതാ രഞ്ജുനെ. അന്ന് ഞാൻ അവൾക്ക് ശിവരഞ്ജിനി എന്നുള്ള പേര് പോലും ഇട്ടത്. പക്ഷെ ഇത്ര കാലം അവളെ ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചു. എന്റെ മക്കളെ പോലെ തന്നെ അവൾക്ക് സ്നേഹം കൊടുത്ത അവളെ എന്റെ മകളായിട്ട് ഞാൻ കൊണ്ടുവരുന്നു. അവളെ നഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവൾക്കൊരു പോറൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും വന്ന പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും. അതുകൊണ്ട് ദേവി, നീ ആയിട്ട് എനിക്കൊരു ഉത്തരം താ. നീയാണ് ഒരിക്കലും എന്റെ കൺമുന്നിലേക്ക് അവളെ കൊണ്ടു തന്നെ. അതുപോലെ തന്നെ ഇനിയിപ്പം അവൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ അരിയിലേക്ക് വരും. നീ എനിക്ക് ഉത്തരം താ. ഒരു പക്ഷേങ്കില് എന്റെ മോളെ എനിക്ക് നഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും. ഞാൻ അവളെയും കൂട്ടിക്കൊണ്ടേ വരുള്ളൂ. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് വരും. ഒരു പക്ഷെ ഞാൻ തന്നെ നിന്റെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നീ എനിക്ക് അതിനൊരു എന്തെങ്കിലും ക്ലൂ കാണിച്ചു തരാൻ പറയണം. ഞാൻ തന്നെ വേണം നിന്റെ അടുത്തേക്ക് വന്നോളാം. എനിക്കതൊന്നും കാണേണ്ട കാര്യം വരത്തില്ലോ. ഒരു പക്ഷെ ഗോവിന്ദ് അറിയുവാണെങ്കിൽ രഞ്ജുവാണ് അനാർക്കലിയുടെ മോളെന്നാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് സഹിക്കാൻ പറ്റില്ല. എന്റെ മോളെ അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതും എനിക്ക് സഹിക്കില്ല. രണ്ടും എന്റെ മക്കളാ. ഒന്ന് ഞാൻ പ്രസവിച്ചതും ഒന്ന് ഞാൻ പ്രസവിക്കാത്തതും. രണ്ടുപേരും പക്ഷെ എനിക്ക് ഒരേപോലെയാ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. പൂജാമുറി കയറിട്ടെ ഈ സമയത്ത് പുറത്തൊരു കാറിന്റെ ഹോണിന്റെ ശബ്ദം കേട്ടു. വന്നിറങ്ങി നോക്കിയപ്പോ രാധിക, ഈ മരാമത്ത് എന്തിനാണോ ഇനി വരുന്നതെന്ന് ഓർത്തോണ്ട് വിജയലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞ് രാധികാമ്മ ഇങ്ങോട്ടേക്ക് വന്നു. രാധികാമ്മ വന്നിട്ട് പറഞ്ഞു, നീ എന്താ വിജയലക്ഷ്മിയെ കരുതിയിരുന്നേ? ഞാൻ വെറും പൊട്ടിയാണെന്നോ? നീ എന്താ രാധിക ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കാം. അല്ല, നീ രഞ്ജുനെ വിളിക്കാൻ വന്നിട്ട് എന്താ വിളിക്കാതിരികെ പോന്നേന്ന് ചോദിക്കാം. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, അത് കൊണ്ടുവരാനുള്ള സാഹചര്യം ആയിരുന്നില്ല. അവര് പറഞ്ഞു കേട്ടില്ലേ? അതൊക്കെ കേട്ടിട്ട് നീ വാലും ചുരുട്ടി ഇങ്ങോട്ട് പോന്നില്ലേ? നീ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ വന്നാണെങ്കിൽ നീ കൂട്ടിക്കൊണ്ട് വരണമായിരുന്നു പറയാണ്. അല്ല, നീ ആരെയും പേടിക്കുന്നുണ്ടോന്ന് ചോദിക്കും. ഞാൻ ആരെ പേടിക്കാനേ? എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലെന്ന് വിജയലക്ഷ്മി ചാടിക്കയറി പറയണം. അന്നാ ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് നീ മോളെ പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറയാം. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, എനിക്കിപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയ സാഹചര്യം അല്ലെന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക തന്നെ ചെയ്യണം. അല്ല, നീ എന്തിനാ പിന്നെ അവിടെ വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാതെ ഇങ്ങോട്ട് ധൈര്യത്തോടെ പോകുന്നത്?
അതോ ഇനിയിപ്പോ ഗോവിന്ദ് എന്തെങ്കിലും പറയൂന്ന് പേടിച്ചിട്ടാണെന്ന് നിൽക്കും. ഗോവിന്ദനെ പേടിയോ? എനിക്ക് അവനെ പേടിയൊന്നും ഇല്ലാന്ന് പറയണം. എനിക്കറിയാം, കാരണം അനാർക്കലിയുടെ മോളെ നീയാണ് സംരക്ഷിച്ചു വെച്ചോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഒരു പക്ഷേങ്കിൽ അനാർക്കലി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. നീ ഒന്നേ പോയി മോളെ വിളിച്ചോണ്ട് വരുന്നോ അതോ ഞാൻ അനാർക്കലിയെ ഫോൺ വിളിക്കണമെന്ന് ചോദിക്കും. അതെന്തിനാ രാധിക? അനാർക്കലിയെ ഞാൻ ഫോൺ വിളിക്കും. അനാർക്കലിയെ ഫോൺ വിളിച്ചിട്ട് പറയും നിന്റെ മോൾ എവിടെയുണ്ടെന്നുള്ള കാര്യം വിജയലക്ഷ്മിക്ക് അറിയാന്ന്. പിന്നെ അവൾ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിനേക്കാളും നല്ലതല്ലേ ഞാൻ പറയുന്ന കാര്യം ചെയ്യുവാണെങ്കിൽ. നീ രഞ്ജുനെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ കുറെ കാലം മുമ്പ് ചെയ്ത ചതിയൊന്നും ഞാൻ മറന്നിട്ടല്ല ഇപ്പൊ നിന്നോട് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നേ. പക്ഷെങ്കിൽ ഒരു കാര്യം നീ വിചാരിക്കണം, നീ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് തടയിടാനായിട്ട് ഞാൻ വരുമെന്ന് പറയണം. ഇത് കേട്ടതും രാധിക പറഞ്ഞു നീ എന്ത് തടയിനടാ? നീ ഒന്നും തടയിടാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ കണ്ടോ ഞാൻ അനാർക്കലിയെ വിളിക്കാൻ പോവാ. നിന്റെ കള്ളക്കളികൾ ഇപ്പൊ ഞാൻ പൊളിച്ചെടുക്കുമെന്ന് പറയണം. ആ സമയം വിജയലക്ഷ്മി പെട്ടെന്ന് കൂടി ചുമയ്ക്കുവാണ്. നെഞ്ചൊക്കെ തിരുമുവാണ്. രാധികയോട് പറഞ്ഞു ഞാൻ പോയി ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറയണം. അപ്പൊ രാധിക പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറയാം. വെള്ളം കുടിച്ചിട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയണം. പിന്നീട് വിജയലക്ഷ്മി അകത്തേക്ക് കയറി പോവാ. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരിക. ഈ സമയം രാധിക ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. താൻ പറയുന്നതൊക്കെ അവൾ അനുസരിക്കും എന്നുള്ള രീതിയിൽ. പിന്നീട് വിജയലക്ഷ്മി വന്നിട്ട് പറഞ്ഞു രാധിക നീ എന്താ പറഞ്ഞേ? ഞാൻ രഞ്ജുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന്. അവൾ എനിക്കിപ്പോ കൂട്ടിക്കൊണ്ട് വരാൻ മനസ്സില്ല. നീ എന്ത് ചെയ്യുന്നു ചോദിക്കാം. ആഹാ അങ്ങനെയാണ് ഇപ്പൊ തന്നെ ഞാൻ അനാർക്കലിയെ വിളിക്കുന്ന പറയാ. നീ വിളിക്ക, നീ ഇപ്പൊ തന്നെ വിളിക്കാൻ പറയണം. ഒരു കാര്യം ചെയ്യും, നീ അനാർക്കലിയെ വിളിക്കുന്ന സമയത്ത് ഞാൻ ആരെ വിളിക്കുന്നറിയാം? ഒന്നെങ്കിൽ ഗോവിന്ദനെ വിളിക്കും, അല്ലെ ഗീതുനെ വിളിക്കും. ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇട്ട് കേൾപ്പിച്ചു തരാം. പിന്നെ ഈ സത്യദാസ് എന്ന് പറഞ്ഞ അവിടെ കയറി കൂടിയിരിക്കുന്ന ആളാരാന്നുള്ള കാര്യം വെളിപ്പെടുത്തും. ഭാസ്കരൻ, പണ്ട് ചെമ്പശ്ശേരി തറവാടിന്റെ പുറംപണിക്കാരനായ ഒരാളുടെ മകന്. അവനെ ഞങ്ങളൊന്ന് വിളിച്ചോണ്ടിരുന്ന ഊച്ചാളി ഭാസ്കരനായിരുന്നു. എന്താ ആ പേര് കൂട്ടി വിളിക്കണമെന്ന് ചോദിക്കുക. രാധികാമ്മ ഒന്നും അല്ലാതായി തീരുവാണ്. പിന്നീട് പറഞ്ഞു ഞാൻ ഗോവിന്ദനെ അല്ലെങ്കിൽ ഗീതനെ വിളിക്കുന്ന മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ഞാൻ വിളിച്ചിട്ട് പറയും ഈ ഭാസ്കരൻ ആരാണെന്ന് അറിയാവോ? അത് രാധികയുടെ ഭർത്താവാ, നിയമപരമായിട്ടുള്ള രാധികയുടെ ഭർത്താവാന്ന് പറയും. ഇതിലിപ്പോ ഒരു സന്തോഷം അവർക്ക് കിട്ടാനില്ലായിരിക്കും. എന്താ ഞാൻ വിളിക്കണോ? ഇനിയിപ്പം ഗീതനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഞാൻ ഗോവിന്ദനെ വിളിക്കാം. ഗോവിന്ദനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കുഴപ്പമില്ല, ഒരു വോയിസ് മെസ്സേജ് ഒക്കെ അയക്കാം. ഈ ടെക്നോളജിയുടെ ഒരു വളർച്ച ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ചില ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം രാധികാമ്മ ആ പടം പേടിച്ചു ഉറച്ചിരിക്കുക. എന്താ നീ അനാർക്കലിയെ വിളിക്കുന്നില്ലേന്ന് ചോദിക്കും. രാധികാമ്മ ഒന്നും മിണ്ടിയില്ല. വിളിക്കടി എന്ന് പറയാണ്. രാധികാമ്മ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്താ നീ വിളിക്കാത്തെ? നിനക്ക് വിളിക്കാൻ പേടിയല്ലേ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം രാധിക പിന്നെ ഒന്നും മിണ്ടിയില്ല. രാധികയ്ക്ക് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ടുണ്ടെ കളി പന്തിയാവുമല്ലോ എന്നുള്ള കാര്യം. രാധിക പെട്ടെന്ന് അവിടുന്ന് പോവാണ്. പിന്നീട് അറക്കൽ വീട്ടില് മരുമക്കളും 3 പേരും കൂടെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കണം. ഗീതുവും രേഖയും രഞ്ജുവും കൂടെ ചേർന്നിട്ട്. പിന്നീട് ഗീതു പറഞ്ഞു എന്നാലും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഒന്ന് ഓർത്തു നോക്കി. ഇവിടെ വന്നിട്ട് അമ്മ തിരിച്ചുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ്മ ആ പുറകെ തന്നെ പോയിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടതിന് രേഖ പറഞ്ഞു എന്തൊക്കെയോ തന്ത്രങ്ങളുണ്ടെന്ന് തോന്നുന്നതെന്ന് പറയണം. അത് ശരിയാ, ഒരു പക്ഷേ ഈ അനാർക്കലിയുടെ മോളാരായിരിക്കും? അവരാരാന്നുള്ള സത്യം നമ്മൾ കണ്ടെത്തണമെന്ന് രഞ്ജു പറയണം. ഇത് കേട്ടപ്പം ഗീത പറഞ്ഞു ഇപ്പം നമ്മൾ ആ പുറയൊന്നും പോകണ്ട, നമുക്കായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ഈ സത്യദാസ് ആരാന്നുള്ള കാര്യം. അല്ല രഞ്ജു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്നോടിപ്പം അയാൾ സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്ന് ഗീത ചോദിക്കുകയാണ്. ഏയ് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, വന്ന സമയത്ത് മോളെ എന്നൊക്കെ പറഞ്ഞു വരുമായിരുന്നു. ഇപ്പൊ എപ്പൊ നോക്കിയാലും ആ വരനേട്ടന്റെ പുറകെ നടക്കാൻ സമയമുള്ളെന്ന് പറയണം. രേഖ പറഞ്ഞു അത് മിക്കവാറും എന്താണെന്നറിയാവോ, അവിടെയാണല്ലോ ഇപ്പം ബാറ്. ഈ പറയുന്ന സത്യദാസിന്റെ മുറിയാണല്ലോ. അപ്പം മദ്യപിക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് കോപ്പ് കൂട്ടുന്ന അല്ലാതെ മറ്റൊന്നും അല്ലാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പെട്ടെന്ന് പറഞ്ഞു ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ സത്യദാസിനെ കുറിച്ചുള്ള സത്യങ്ങളാ. പിന്നെ അനാർക്കലിയുടെ മോളായിരുന്നുള്ള സത്യം നമുക്ക് പിന്നെ കണ്ടെത്താം. അതിനു മുമ്പ് നമ്മൾ ചില കാര്യങ്ങളും കൂടെ അറിയണം. ഈ സത്യദാസിന്റെ മുന്നിലേക്ക് രാധികാമ്മ പോയി കാണുന്നില്ല. പക്ഷേ എങ്കിൽ വരനേട്ടൻ എപ്പോഴും പോകുന്നുണ്ട്, അയാളെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രാധികാമ്മ 7 അയൽക്കുത്ത് പോലും അടുക്കുന്നില്ലെന്ന് പറയണം. രേഖ പറഞ്ഞു അത് ശരിയാ, അതിന്റെ കാരണം ഞാൻ കണ്ടെത്തിക്കോളാം ഗീതു, ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയണം. രഞ്ജു പറഞ്ഞു എന്താണെങ്കിലും പ്രഗ്നന്റ് ആയ പിന്നെ ഇതുപോലെ കുറച്ച് കോമഡികളൊക്കെ നടത്തുന്നതുകൊണ്ട് വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം പോലും ചിന്തിക്കുന്നില്ല. വേറെ ടെൻഷനുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിന്റെ പുറകെ നടക്കുന്നതുകൊണ്ട് എപ്പോഴും മൈൻഡ് നല്ല ഫ്രീ ആന്നൊക്കെ പറയണം. ഗീതു പറഞ്ഞു അതാ വേണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ ഗീതു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് രേഖയോട് രഞ്ജു പറഞ്ഞു അതെ നമുക്കൊരു കളിയും കൂടെ തയ്യാറാക്കണം, ഇവിടെ ഇരുന്ന് ബോറടിക്കുന്ന സമയത്ത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വയറ്റിൽ കിടന്ന് നല്ല സന്തോഷത്തോടെ പുറത്തു വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പൊട്ടിച്ചിരിക്കുകയാണ്.
പിന്നീട് ഗീതവും ഗോന്നും കൂടെ കമ്പനിയിലേക്ക് പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഗീത പറഞ്ഞു, അല്ല അയാളൊരു ഡേഞ്ചറാന്ന് അറിഞ്ഞിട്ടും എന്തിനാ കണ്ണേട്ട അയാളെ വീട്ടിൽ കയറി താമസിപ്പിച്ചെന്ന് ചോദിക്കണം. അതൊന്നും ഇല്ലാന്ന് പറയണ. എന്തോ കാര്യമുണ്ട്, എനിക്കറിയാം. ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാണ് കണ്ണേട്ടനാ ഉള്ളതെന്ന് ചോദിക്കണേ. ഒരു കാര്യമില്ലാന്ന് പറയണം. അന്നൊരു കാര്യം ചെയ്യാം, അയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പോരെന്ന് ചോദിക്കണേ. ഞാൻ പറഞ്ഞല്ലോ ഗീതു, അയാളെ പറഞ്ഞു വിടണമെങ്കിൽ അതിനു മുമ്പ് കുറച്ച് അയാളുടെ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ പൊളിച്ചെടുക്കണം. എങ്കിൽ മാത്രം അയാളെ പറഞ്ഞു വിടാണ്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാളെ ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ, എന്തെങ്കിലും പോകുമ്പോഴേ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറയണം. അങ്ങനെ അവരും കൂടെ പോവാം. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.